പറ്റും. ഇപ്പം ഒത്തിരി പേര് സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ ഒത്തിരി വീട്ടിൽ ആക്രമിക്കപ്പെടുക അല്ലെങ്കിൽ മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആമി കുറെ അനുഭവിച്ചു തന്ന് നമുക്കറിയാം. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു ജീവിതത്തില്? അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ മാരേജ് കഴിക്കില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ്. എനിക്കറിയില്ല ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും എൻ്റെ ലൈഫ് എങ്ങനെ അറിയില്ല. അഥവാ ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് വലിയ സ്ത്രീധനം കൊടുത്തിട്ട് കഴിക്കണം അങ്ങനത്തെ ഒന്നും മൈൻഡില്ല. അതൊക്കെ എന്തിനാണ്? ചെക്കനും ജോലി ഉണ്ടാവണം, പെണ്ണിനും ജോലി ഉണ്ടാവണം. അവർ കഷ്ടപ്പെട്ട് അവരൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് അവർ പിന്നെ മുന്നോട്ടുള്ളത് നോക്കണം. ആണ് വെറുതെ അച്ഛനും അമ്മയും അത്ര നാൾ ലോണൊക്കെ എടുത്തിട്ട് പിന്നെ അവരുടെ ആധാരമൊക്കെ വെച്ച് വീടും പണയം വെച്ചിട്ടാണ് നമ്മളെ കെട്ടിച്ചു വിടുന്നത്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് മാലയും കമ്മലും കുറച്ച് വളയും കുറച്ച് അധികം സ്റ്റോക്ക് കഴുത്തിലിടുകയും ചെയ്തിട്ടായിരിക്കും ചിലപ്പം ഇതാക്കണം. പൈസ ഉള്ളവർക്ക് എന്തോ കേട്ടോ, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പം മക്കൾക്ക് നല്ലപോലെ പൊന്നു കൊടുത്തിട്ടായിരിക്കും കെട്ടിച്ചു വിടണം എന്നുള്ളത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഉള്ളവർ കൊടുത്തോട്ടെ, പക്ഷെ അത് സ്ത്രീധനായിട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ അത് കുറച്ച് പ്രശ്നം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്തത് കിട്ടണ സമയത്ത് ചിലപ്പം മേ ബി ഓപ്പോസിറ്റിലാൾക്ക് അത് ഒരു അഹങ്കാരമായി മാറാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം സ്ത്രീധനത്തിനോട് ഞാൻ വലിയ സപ്പോർട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ ഞാൻ സ്ത്രീധനം കൊടുത്തിട്ട് കെട്ടില്ല. ഏതെങ്കിലും ചെക്ക വരികയാണെങ്കിൽ സ്ത്രീധനം പ്രതീക്ഷിച്ച് വരണ്ടെന്ന് ഞാൻ പറയുള്ളൂ. സ്ത്രീധനം അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സ്ത്രീധനം വലിയ കാര്യമുള്ളതാണെന്നല്ല. ഇനി എന്താ അമ്മയുടെ ഒരു ലക്ഷ്യം? ഇപ്പം പറഞ്ഞ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു, ഇനി എന്താണ് ഒരു ലക്ഷ്യം? അല്ല, ഞാനിപ്പോൾ ഒരു ഓൺലൈനായിട്ട് ഒരു ബുട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. കൊച്ചിയിലും ഉണ്ട്, പിന്നെ ദുബായിലും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. പിന്നെ ബിസിനസ് അല്ലാതെ ഇനിയും വേറെന്തെങ്കിലും ആഗ്രഹങ്ങൾ? ഇപ്പം പറഞ്ഞ പോലെ യാത്രയൊക്കെ ചെയ്തു കുറെ. എനിക്ക് എനിക്ക് ട്രിപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചുപൊളി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓൾ ഇന്ത്യ ഒന്ന് കറങ്ങണം, അതെൻ്റെ ബൈക്കിൽ എനിക്ക് കറങ്ങി എത്തണമെന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ട്രിപ്സൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പം ഓൾ ഇന്ത്യ ഒന്നും ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയാണ് പോകാറുള്ളത്? ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയാണ് പോകാറുള്ളത്. പിന്നെ എൻ്റെ ചേട്ടനും ഉണ്ടാവും. അമ്മ പിന്നെ അങ്ങനെ യാത്രയൊക്കെ നല്ല കുറവാണ്. അമ്മ അടുത്തുള്ള അമ്പലം അങ്ങനത്തെ ഒക്കെ അമ്മ വരുള്ളൂ. അടിച്ചുപൊളി വൈബ് അങ്ങനത്തെ ഒന്നും വരാറില്ല. ചേട്ടൻ വരും, എൻ്റെ ചേട്ടനെല്ലാം സപ്പോർട്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചേട്ടൻ്റെയും ഫ്രണ്ട്സാണ്. അപ്പോൾ ചേട്ടനുണ്ടാവും പോകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അല്ലേ, ആൾക്കാർക്ക് ആദ്യം കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയുമ്പോൾ അമ്മ എങ്ങനെയായിരുന്നു ഇപ്പൊ നാട്ടിലൊരു കാസർഗോഡ് പോലുള്ള സ്ഥലത്ത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എൻ്റെ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അവിടെ ഈ ടച്ച് നമ്മളെ ഫോൺ യൂസ് ആക്കണ കുറവ് ആൾക്കാർ. എല്ലാവരും നോർമൽ ഫാമിലിയാണ്. ഇപ്പം എൻ്റെ ഫാമിലി ആയാലും നോർമൽ ഫാമിലി. എൻ്റെ അമ്മക്ക് തന്നെ കഴിഞ്ഞ 2 വർഷം മുന്നേ എന്താണ്, ഞാൻ എറണാകുളം വന്നപ്പോഴാണ് വീഡിയോ കോളൊക്കെ ആക്കട്ടെ പറഞ്ഞിട്ടാണ് ആ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അത്രയും നോർമൽ കീപാഡ് ഫോൺ യൂസ് ആക്കണതാണ്. അപ്പോൾ അവർക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ടിക്ടോക്ക്, ഞാൻ ഇൻസ്റ്റയിലുണ്ടെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ആയാലും ഞാൻ ടി വിയിൽ വരുമ്പോൾ എന്നെ കാണുന്ന അല്ലാണ്ട് ഇൻസ്റ്റ റീൽസൊന്നും കാണുന്ന നാട്ടുകാരല്ല എൻ്റെ ആൾക്കാർ. പിന്നെ എൻ്റെ ഏജിലുള്ള കുട്ടികൾ, കുറച്ച് ചെറുപ്പക്കാർ അങ്ങനെയുള്ളവരെ കാണുന്നുള്ളൂ. അപ്പം അവരൊന്നും അത് മൈൻഡാക്കുന്നു. അവരൊക്കെ എന്നെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കണവരാണ്. അവിടുത്തെ ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് അങ്ങനത്തെ നാണക്കേട് കാര്യങ്ങളൊന്നും അമ്മക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മയൊന്നും എൻ്റെ കമൻസ് എടുത്ത് വായിക്കാറൊന്നുമില്ല. അമ്മ വീഡിയോ കാണും, ലൈക്ക് ചെയ്യും, തിരിച്ച് ഇൻസ്റ്റയിൽ നിന്ന് ഇറങ്ങും, അത്രേ ഉള്ളൂ. ചേട്ടനും ഒന്നും പറയാറൊന്നുമില്ല. ചേട്ടന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം അവനൊക്കെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണല്ലോ ഇപ്പോഴത്തെ ആൾക്കാർ എന്ന് പറയുന്നത്. കമന്റ്സ് ഇടുന്നത് ആ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തത്, ചൊറിയാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത കുറച്ച് അക്കൗണ്ട്സ്. അത് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടോ അതോ ഫേസ്ബുക്ക് മാത്രമാണോ? ഫേസ്ബുക്ക് ഞാൻ യൂസ് ആക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് രണ്ടെണ്ണം കിട്ടുന്നുണ്ടല്ലോ നല്ലപോലെ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഭയങ്കര നെഗറ്റീവ്. ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആൾക്കാർ ഒരുമാതിരി എന്താ അറിയില്ല, എന്നെ ഒട്ടും കണ്ടുകൂടാത്ത, ഞാൻ എന്താ തെറ്റിയത് പോലെ, ഞാൻ അവരെന്തോ അവരുടെ വീടിൻ്റെ ആധാരം കട്ടുകൊണ്ട് പോയ പോലെയൊക്കെയാണ് വന്നിട്ട് കമൻസ് ഇടുക. പക്ഷെ ഇപ്പോൾ ആൾക്കാരൊക്കെ അപ്ഡേറ്റഡ് ആയി. കാരണം അവർക്ക് തന്നെ ഒരു തോന്നുന്നുണ്ട്, ഞാനിങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കും, എനിക്കത് നാണക്കേടാണെന്നുള്ളത് അവർക്ക് തോന്നും. എന്നാലും ചൊറിയുന്ന ആൾക്കാരുണ്ട്. മൈൻഡ് ആക്കാണ്ടിരിക്കുക, അല്ലാണ്ട് ഇവരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാസർഗോഡ് പോലുള്ളൊരു സ്ഥലത്തു നിന്ന് കൊച്ചിയിലേക്ക് വരാൻ, ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്താണ്? ആരെങ്കിലും കണ്ടിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റോൾ മോഡലോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ? അല്ല, റോൾ മോഡൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായില്ല. കാരണം ഞാൻ ഡെബ് സ്മാഷ് മുതലാണ് ഉള്ളത്. അപ്പോൾ ഡെബ് സ്മാഷിൽ എല്ലാവരും സ്റ്റാർട്ടിങ് ഉള്ള അതിൽ റോൾ മോഡലായിട്ട് എടുക്കാൻ മാത്രം ആരും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചുമ്മാ ആ സമയത്തൊക്കെ എല്ലാവരും വെറുതെ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ജെറിൻ ജോസി എന്ന് പറഞ്ഞിട്ട്. അവൾ എറണാകുളത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു. എറണാകുളമാണോ കണ്ണൂരാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ സമയത്ത് അവൾ ഫ്രണ്ട്സൊക്കെ കൂടി ചെയ്തിട്ട് അതെനിക്ക് അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ നല്ല പ്ലാറ്റ്ഫോമാണ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരണത്. വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നാളായപ്പോൾ ഡെബ് സ്മാഷ് ആപ്പ് പോയി. അപ്പോൾ എനിക്കറിയില്ല ഇത് എന്താ ചെയ്യേണ്ടത്. അങ്ങനെ അത് പിന്നെ മ്യൂസിക്കിലേക്ക് വന്നപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു, നമുക്കിതിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരണത്.
അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കൊരു ആക്ടിങ് ഇഷ്ടമുള്ളവർക്കൊരു പറ്റിയ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു അത്. അപ്പം അതിൽ കുറച്ചും കൂടി വീഡിയോസ് ചെയ്യാം, ബെറ്ററായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഡെയിലി ചെയ്യുമ്പോൾ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ആൾക്കാർ നമ്മളെ കമൻസ് ഒക്കെ ചെയ്യണോ, നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. അങ്ങനെ ചെയ്ത് വന്നതാണ്. പിന്നെ അത് എൻ്റെ നാട്ടിലവർക്കൊന്നും അങ്ങനെ അറിയില്ല, ടിക്ടോക്ക് എന്താ സംഭവം കാര്യങ്ങളൊന്നും. ഇപ്പം അറിയുന്നുണ്ടാവും, മുന്നത്തെ ആൾക്കാരൊന്നും അറിയില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും കമ്പനിയായി, പിന്നെ ഗ്യാങ്ങൊക്കെ കൂടി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എത്തിയത് ടിക്ടോക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക്. എന്തെങ്കിലും ഇങ്ങനെ മറക്കാത്ത അനുഭവങ്ങൾ വല്ലതും മീൻസ് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമുള്ള? അല്ല, ഈ കുറേ ഗേൾസ് വന്നിട്ട് ഇങ്ങനെ പറയും ആമീൻ്റെ ലൈഫ് കണ്ടിട്ട് ഇൻസ്പയർ ആയതാണ്, കറക്റ്റ് സമയത്തായിരിക്കും ആമീൻ്റെ വീഡിയോസ് വരിക, ആമീൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കറക്റ്റ് സമയത്തായിരിക്കും വരിക. അത് ഭയങ്കര നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ കാരണം ഒരാൾ ഒരു സ്ട്രോങ് ആവുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. ഇൻ്റർവ്യൂസ് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കും കുറേ ആൾക്കാർ, എനിക്ക് കുറച്ച് സംസാരിക്കാൻ കുറച്ച് ടൈം തരുമോ എന്ന് ചോദിക്കും. അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഭയങ്കര പോരാളിയായിട്ട് ഇല്ല, ഞാൻ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇവർ മെസ്സേജ് അയക്കണേ. പക്ഷെ ഞാൻ വിചാരിക്കും മേ ബി ഒരാൾ കേൾക്കാനില്ലാത്ത, എനിക്കിപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മയോ ചേട്ടനോ ആരെ വിളിച്ച് എനിക്ക് സങ്കടങ്ങൾ പറയാം. അത് പറയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും മേ ബി എന്നെ ഒരു പരിചയമില്ല, പേഴ്സണലി ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അത്രയും ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എത്ര സങ്കടപ്പെട്ടാലെങ്കിൽ കുഴപ്പമില്ല, ഞാനപ്പോൾ കണ്ണൊക്കെ തുടച്ച് പറയുമ്പോൾ എന്താ പ്രശ്നം. അപ്പം അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ സംസാരിക്കും. ചിലപ്പോൾ കോൾ എടുത്തിട്ട് തന്നെ സംസാരിക്കും, എന്താ പറഞ്ഞോ പ്രശ്നം. അപ്പോൾ അവർക്ക് എന്തോ സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസം കിട്ടിയ പോലെ അവർ സംസാരിക്കുക. അങ്ങനെ ഒത്തിരി ബോയ്സും ഇപ്പായിട്ട് ബോയ്സും അയക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും ഗേൾസ് തന്നെ അയക്കാം. ഡൈവേഴ്സ് ആയിട്ടുള്ള ആവാൻ നിൽക്കണവര് എന്താ ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവര് ഒന്ന് ചോദിക്കും. അല്ല, ഞാൻ പറയുക സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് രണ്ട് സൈഡും കേൾക്കാതെ എനിക്ക് ഒരാളെ മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. ചിലവർ ഫുഡ് പോലും കഴിക്കാണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പോയി ഫുഡ് കഴിക്കും. ഫുഡൊക്കെ നമ്മൾ എന്ത് വന്നാലും നമുക്ക് സങ്കടം വന്നാലും ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഓർഡർ ചെയ്ത് പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാണ്. ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തൊക്കെ നോക്കാൻ എന്നൊക്കെ പറയും. അങ്ങനെയാണ് കുറേ വരാറ് മെസ്സേജ് കാര്യങ്ങൾ. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളടുത്ത് ഒരാൾ കാര്യം പറയുമ്പോൾ നമ്മൾ അത്രയും ട്രസ്റ്റും ചെയ്യുന്നുണ്ടാവും, നമ്മൾ അത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ടായിരിക്കുമല്ലോ നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്നത്. അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, പിന്നെ ട്രൈ ചെയ്തിട്ടില്ലേ? അപ്പം ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ കാസ്റ്റിംഗ് കോളിനൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇത് തന്നെ എൻ്റെ മാമൻ വഴി എനിക്ക് വന്നതാണ്. അപ്പോൾ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി ചെറുതാണ്, ക്യാരക്ടറിന് പറ്റിയതല്ല പറഞ്ഞു. പിന്നെ ഭയങ്കര സങ്കടമായി, കാരണം ആകെ കിട്ടിയ അവസരമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാം. ഇപ്പോഴും ഞാൻ കാസ്റ്റിംഗ് കോളിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഓഡീഷന് പങ്കെടുക്കുന്നുണ്ട്. ഓഡീഷൻസിന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, പക്ഷെ പോകുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തില് ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഇനി വരുന്ന എന്തെങ്കിലും ഷോർട്ട് മൂവീസ് ഒക്കെ ഉള്ളത്, പുതിയ പ്രൊജക്ടുകൾ? ഇപ്പൊ ഒന്ന് വരാനുണ്ട് എനിക്ക്. മഹാരാജാസിന്റെ അവിടെ നിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇറങ്ങിയിട്ടില്ല, ഡബിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ ഓണത്തിനായിരിക്കും മേ ബി റിലീസ് ആവുക. ഐറിസ് ഒരു 1.5 വർഷം മുന്നേ എന്തോ ഇറങ്ങിയതായിരുന്നു. പക്ഷെ നല്ല, എനിക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഐറിസിന്റെ ഷോർട്ട് ഫിലിം. ഏതാ നല്ലത്? കാരണം ടിക്ടോക്ക് ആണോ നല്ലത്, ഇൻസ്റ്റയാണോ നല്ലത്, ഷോർട്ട് മൂവി ആണോ നല്ലത്? അല്ല, ഷോർട്ട് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ ഫേസ് ചെയ്തിട്ട് നല്ല, ഇതിപ്പോൾ ടിക്ടോക്ക് എന്നൊക്കെ പറയണത് നമുക്ക് ഒരു റൂമിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ഡയറക്ടറെ ചീത്തയും ഓക്കെ കേൾക്കണം, കറക്റ്റ് ഡയലോഗും പറയണം. ലിപ്സിങ് പോലെ അല്ലല്ലോ, നമ്മൾ കറക്റ്റ് ഡയലോഗൊക്കെ തലേ ദിവസം പഠിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും അത് ചെയ്യണത്. അപ്പൊ എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഷോർട്ട് മൂവി അതൊക്കെയാണ്. നമ്മൾ ലൈവായിട്ട് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും ക്യാമറ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ക്യാമറ ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നല്ല, ഭയങ്കര കൂളായിട്ടാണ് എല്ലാം ചെയ്യാറ്.